മുഹറം ആശുറാഇനോട് അനുബന്ധിച്ചിറങ്ങിയ ഒരു ആയത്തുണ്ട് ഖുർആനിൽ. ആ ആയത്തിനെ ആവർത്തിച്ച് ചൊല്ലുന്നത് ഈ സമയത്ത് നല്ലതാണ്. ഏതാ? ഇസ്ലാം പൂർത്തിയായതിനു ശേഷം ഇറങ്ങിയ ഒരു ആയത്തുണ്ട്. ഇസ്ലാം പൂർത്തിയായത് ദുൽഹജ്ജ് 9-നാണ്. പുണ്യ റസൂൽ അന്ന് അറഫയിലാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇസ്ലാം പൂർത്തിയാക്കിയ ആയത്താണ്. അതിറങ്ങിയത് ദുൽഹജ്ജ് 9-നാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് മുഹറം 10-ന് ഇറങ്ങിയ ആയത്ത് കേൾക്കണോ നിങ്ങൾക്ക്? ആ ആയത്ത് ഈ 10 ദിവസം ആവർത്തിക്കുന്നത് നല്ലതാണ്. അറിയോ ഏതാ? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. എല്ലാ ദിവസവും കഴിയുമെങ്കിൽ 100 വട്ടം, ആശുറാഇന് 1000 വട്ടം. ആശുറാഇന് ഈ ആയത്ത് 1000 തവണ ഓതിയ ആളുകൾക്ക് ആ വർഷം റഹ്മത്തും അള്ളാഹിന്റെ മഗ്ഫിറത്തും അഫ്വും ഉറപ്പിക്കാം. 9ഉം 10ഉം കണിശമാണ്, വളരെ പ്രധാനമാണ്. 10 മുൻഗാമികൾക്ക് വാജിബാണ്. മുൻഗാമികൾക്ക് 10 വാജിബാണ്. കാരണം എന്ത്? ലോകത്ത് നടന്ന ഒരുപാട് അത്ഭുതകരമായ നന്മകൾ നടന്നത് മുഹറം 10-നാണ്. ലോകത്ത് ഒരുപാട് അത്ഭുതകരമായ നന്മകൾ ഇല്ല. അല്ലാഹു ആകാശത്തെ പടക്കാൻ ആരംഭിച്ചത് മുഹറം 10-നാണ്. അല്ലാഹു ഭൂമിയെ പടക്കാൻ ആരംഭിച്ചത് മുഹറം 10-നാണ്. അല്ലാഹു അർശിനെ പടക്കാൻ ആരംഭിച്ചത് മുഹറം 10-നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖിനെ പടച്ചത് മുഹറം 10-നാണ്. അല്ലാഹു മഴയെ സൃഷ്ടിച്ചത് മുഹറം 10-നാണ്. ഭൂമിയിൽ ആദ്യമായി മഴ പെയ്തത് മുഹറം 10-നാണ്. സസ്യങ്ങൾ ആദ്യമായി മുളച്ചതും കൈക്കനികൾ ഉണ്ടായതും മുഹറം 10-നാണ്. സ്വർഗത്തെ പടച്ചത് മുഹറം 10-നാണ്. എന്തൊക്കെയാ ഉണ്ടായത്? സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചത് മുഹറം 10-നാണ്. ആദമിന്റെ തൗബ സ്വീകരിച്ചത് മുഹറം 10-നാണ്. എത്രയോ എന്ന് പറഞ്ഞാൽ എത്രയോ. ബഹുമാനപ്പെട്ട സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ നങ്കൂരമിട്ടത് മുഹറം 10-നാണ്. വലിയ പ്രളയം ഉണ്ടായി, പ്രളയം അടങ്ങി മുഹറം 10-നാണ്. ചിന്തിക്കുക. ഇദ്രീസ് നബിക്ക് അല്ലാഹു വലിയ സ്ഥാനം നൽകിയത് മുഹറം 10-നാണ്. ഇബ്രാഹിം അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം 10-നാണ്. യാക്കൂബിന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയത് മുഹറം 10-നാണ്. കുറച്ചൊന്നുമല്ല അത്ഭുതം, കുറച്ചൊന്നുമല്ല, വല്ലാത്ത അത്ഭുതമാണ്. 40 കൊല്ലത്തോളം കാഴ്ച ശക്തിയില്ലായിരുന്നു മഹാനായ സയ്യിദുനാ യാക്കൂബ്. ഇദ്ഹബൂ ബിഖമീസി ഹാദാ ഫൽഖൂഹു അലാ വജ്ഹി അബി യഗ്തി ബസീറാ. കാഴ്ച ശക്തി കിട്ടാൻ വേണ്ടി തന്റെ വസ്ത്രം കൊടുത്തയച്ചു സയ്യിദുനാ യൂസുഫ്. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം 12 വർഷം ജയിലിൽ കടന്ന് ജയിലിൽ നിന്ന് മോചിതനായത് മുഹറം 10-നാണ്. 16 ലക്ഷം ഇസ്രായേലികളെയും കൊണ്ട് മൂസ കടൽ കടന്നു പോയത് മുഹറം 10-നാണ്. 16 ലക്ഷം ഇസ്രായേലികൾ, 6 ലക്ഷം പട്ടാളത്തോടെ കൂടെ ഫിറഔൻ ചെങ്കടലിൽ ചത്തത് മുഹറം 10-നാണ്. ഫിറഔൻ ഒറ്റക്കല്ല, അത് വലിയ സംഭവമാണ്. എത്രയാണ് കൂടെ? 6 ലക്ഷം, 6 ലക്ഷം പട്ടാളക്കാർ. ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടാളമുള്ള രാജാവായിരുന്നു ആര്? ഫിറഔൻ എന്ന് ഖുർആനിലുണ്ടത് കൊണ്ടാണ്
ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد فرعون ذي الأوتاد ആണിക്കാരൻ ഫിറഔൻ ആണി 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 എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആണിക്കാരൻ ഫിറഔൻ. ആണിക്കാരൻ എന്ന് പറയാനുള്ള കാരണം എന്താണ്? എല്ലാ മരുഭൂമികളിലും അവന്റെ ടെന്റ് അടിച്ചിരുന്നത്രേ, അവന്റെ പട്ടാളങ്ങൾക്ക് കൂടാൻ. എവിടെ നോക്കിയാലും മരുഭൂമി നിറച്ച് ആണി ഉണ്ടാവും. മനസ്സിലായില്ല? ആണി അടിച്ച് കയറ് കെട്ടി ടെന്റ് ഉണ്ടാക്കും. ആർക്ക് പാർക്കാൻ? പട്ടാളത്തിന്. അതുകൊണ്ട് ആണിക്കാരൻ ഫിറഔൻ. 6 ലക്ഷം 6 ലക്ഷം പട്ടാളം കൂടെയുണ്ട്. മുഹറം 10 രാവിലെയാണ് മരിച്ചത്, ചത്തത് വെളുപ്പിന്. സമുദ്രം നാം പിളർത്തി തന്നത് ഓർമ്മയില്ലേ? ഫഅൻജൈനാക്കും, നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയത് ഓർമ്മയില്ലേ? وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون وأغرقنا آل فرعون ഫറോവ പ്രവൃത്തികളെ ഒന്നടങ്കം നാം മുക്കിക്കൊന്നതും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വഅൻതും തൻദുറൂൻ, നിങ്ങൾ നോക്കി നിൽക്കവേ 16 ലക്ഷം കടൽ കടന്ന് കയറിയപ്പോൾ ഹുങ്കാര ശബ്ദം കേട്ടു. അപ്പോൾ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഫറോവയും പട്ടാളക്കാരും ചാവുക. നിങ്ങൾ നോക്കി നിൽക്കവേ കടൽ കടന്ന് ഇവർ കയറിയപ്പോൾ ഹുങ്കാര ശബ്ദം കേട്ടു. ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കി. നിങ്ങൾ നോക്കി നിൽക്കവേ അവർ ചത്തു. എന്ന് മുഹറം 10 രാവിലെ സൂറത്തുൽ ബഖറ 50-ാമത്തെ ആയത്ത്. സൂറത്തുൽ ബഖറ ആയത്ത് നമ്പർ 50. ചിന്തിക്ക്, അതൊക്കെ അന്നാണ്. യൂനുസിനെ അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ജാഫ കടപ്പുറത്ത് രക്ഷപ്പെട്ടതെന്നാണ്. ടെല്ലവീവിലെ ജാഫ കടപ്പുറത്ത് തിമിംഗലം തുപ്പി, ഇങ്ങനെ തുപ്പി. അവിടെ പിന്നീട് മുസ്ലിമീങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കി, മസ്ജിദ് യൂനുസ്. ഒരുപാട് കാലം ആ പള്ളിയിൽ ആരാധന നടന്നു. ഇപ്പോൾ ഇസ്രായേലി സർക്കാർ ആ പള്ളി അടച്ചിട്ടിട്ടുണ്ട്. ആ പള്ളിയുടെ പുറത്ത് ഞാൻ പോയിട്ടുണ്ട്. അകത്ത് ഞാൻ പലതവണ ആ പള്ളിയുടെ ഏരിയയിൽ പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഇസ്രായേലികൾ ആ പള്ളി ഇപ്പോൾ അടച്ചിട്ടു. പള്ളിയുടെ പേര് മസ്ജിദു യൂനുസ്. പള്ളിയിൽ നിന്ന് ഒരു 3 മീറ്റർ കടൽ ഭിത്തി കെട്ടിയിട്ടുണ്ട്. ആ കടൽ ഭിത്തിയിൽ വെള്ളം ഇങ്ങനെ അടിക്കും. അവിടെയാണ് യൂനുസിനെ മത്സ്യം തുപ്പിയത്. മനസ്സിലായില്ലേ? ആ സംഭവത്തിന്റെ സ്മരണാർത്ഥം അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയതാണ്. എന്ത്? മസ്ജിദു യൂനുസ്. അവിടെയാ തുപ്പിയത്. മെഡിറ്ററേനിയൻ സമുദ്രം. ഇസ്രായേലിലാണ് ജാഫ കടപ്പുറം. ഇസ്രായേലിലെ ജാഫ കടപ്പുറം. ഒരു ഭാഗത്ത് ജോർദാൻ നദി വന്നു കൂടുന്നു. ജോർദാൻ നദി ഒരു പ്രധാനപ്പെട്ട നദിയാണ്. ചരിത്രത്തിലെ വലിയ അത്ഭുതകരമായ നദിയാണ് ജോർദാൻ നദി. ജോർദാൻ നദിയിൽ ഈസാ നബിയെ കുളിപ്പിച്ചു. ആര്? യഹ്യ. അതുകൊണ്ടാണ് യഹ്യയെ സ്നാപക യോഹന്നാൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. യഹ്യ എന്നാൽ ജോൺ, ജോൺ എന്നാൽ യോഹന്നാൻ, യോഹന്നാൻ എന്നാൽ യഹ്യ. യഹ്യയുടെ ഉപ്പയാണ് സക്കരിയ അലൈഹിസ്സലാം. അവരൊക്കെ നബിമാരാണ്. ജോർദാൻ നദി ഇങ്ങനെ വന്നുകൂടും. ജോർദാൻ നദിക്ക് ഇനിയും ചരിത്രത്തിൽ പ്രാധാന്യമുണ്ട്. ജോർദാൻ നദി കരയിൽ ഇട്ടാണ് ദജ്ജാലിനെ ഈസ കൊല്ലുക അലൈഹിസ്സലാം. ജോർദാൻ നദിക്കരയിലാണ് ലിഡ എയർപോർട്ട്. ലിഡ എയർപോർട്ട്, ലിഡ ഓൾഡ് എയർപോർട്ട്, ഇസ്രായേലിന്റെ ഓൾഡ് എയർപോർട്ട്. ലുദ് എന്ന സ്ഥലത്ത് വെച്ച് കൊല്ലുമെന്ന് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലുദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലുഡാണ് എന്ത്? ലിഡ. ലിഡ എയർപോർട്ടിൽ വെച്ച് കൊല്ലും. ഇനി ജോർദാൻ നദിക്കരയിൽ
ഈ സ്നാപക യോഹന്നാനെ ഇസ്രായേലിലെ രാജാവ് കൊന്നിട്ട് തളികയിൽ 3 ദിവസം പ്രദർശിപ്പിച്ചതും ഈ ജോർദാൻ നദിക്കരയിലാണ്. കൊന്നിട്ട് വയന്ന് പറഞ്ഞു കൊന്നു, അർത്തു, എന്നിട്ട് തളികയിലാക്കി തല പ്രദർശിപ്പിച്ചു 3 ദിവസം. ആരെ? യഹ്യാ നബിയെ, സയ്യിദ്നാ യഹ്യാ അലൈഹിസ്സലാം 3 ദിവസം ടെൽ അവീവിൽ ജോർദാൻ നദിക്കരയിൽ 3 ദിവസം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തല അർത്തെടുത്തതിന് ശേഷം സയ്യിദ്നാ യഹ്യായെ, ബൈബിൾ ജോൺ യോഹന്നാൻ എന്നൊക്കെ പറയുന്ന സയ്യിദ്നാ യഹ്യാ അലൈഹിസ്സലാം. ആരുടെ മകൻ? സക്കരിയായുടെ മകൻ അലൈഹിസ്സലാം. അവിടെയാണ് ഇനി ദജ്ജാലിനെ കൊല്ലുക. ആര്? ഈസ. ആ ജോർദാൻ നദി ഇങ്ങനെ വന്നിങ്ങോട്ട് കൂടിയാൽ ജാഫ കടപ്പുറത്തെത്തി. ജാഫ കടപ്പുറം ഇന്ന് ഏറ്റവും വലിയ ടൂറിസ്റ്റിന്റെ കേന്ദ്രമാണ്. നിക്കറിട്ടതും ഇട്ടാത്തതുമായ പെണ്ണുങ്ങൾ ഇസ്രായേലികൾ വന്ന് ഇങ്ങനെ കിടക്കും. ഇപ്പൊ അവിടെ സുഖവാസ കേന്ദ്രമാണ്. അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളി ഇസ്രായേലികൾ പൂട്ടിയിട്ടുണ്ട്. ആ കടപ്പുറത്തിന്റെ പ്രത്യേകതയാണ് എന്ത്? മത്സ്യം 40 ദിവസം കഴിഞ്ഞിട്ട് യൂനിസിനെ തുപ്പിയത് ആ കടപ്പുറത്താണ്. മെഡിറ്ററേനിയൻ സമുദ്രം. അതാണ് ആ സൂറത്തുൽ അംബിയയിലും സൂറത്തുൽ ഖലമിലും എല്ലാം പറയുന്ന സംഭവം. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. എപ്പോഴാ തുപ്പിയത്? മുഹറം 10. ചിന്തിക്ക്. അയ്യൂബ് നബിയുടെ രോഗം മാറിയത് മുഹറം 10-നാണ്. വയ്യ, തീരെ വയ്യായിരുന്നു. രാവിലെ ഭാര്യ എങ്ങനെ കൂടെ പിടിക്കും. അസ്വഹാബിമാരെല്ലാം നഷ്ടപ്പെട്ടു, എല്ലാവരും ഒഴിവാക്കി പോയി. ആരെ? അയ്യൂബിനെ അലൈഹിസ്സലാം. പിന്നെ ഭാര്യയുണ്ട്. ഭാര്യ വല്ലാത്തൊരു മഹതിയായിരുന്നു. ആ സ്ത്രീ വെളുപ്പാൻ കാലത്ത് എന്ത് ചെയ്യും? വെളുപ്പാൻ കാലത്ത് തൻ്റെ തോള് വെച്ചിട്ട് തോളത്ത് താങ്ങി പിടിച്ച് കൊണ്ടുപോകും, വിളിക്കിരിക്കാൻ വേണ്ടിയിട്ട്. മൂത്രിക്കും കാഷ്ടിക്കും ചെയ്യണം. ആർക്ക്? അയ്യൂബിന് അലൈഹിസ്സലാം. അപ്പോൾ ഇങ്ങനെ തോളത്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ കൊണ്ടുപോയി ഇരുട്ടത്ത് കൊണ്ടുപോയി ഇരുത്തും വെളിസ്ഥലത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ സ്ത്രീ ദൂരേക്ക് മാറി നിൽക്കും. അങ്ങനെ ആവശ്യം കഴിഞ്ഞാൽ വയറ്റിന്ന് പോയി മൂത്രിച്ച് കാഷ്ടിച്ച് ആവശ്യം കഴിഞ്ഞാൽ അയ്യൂബ് ശബ്ദമുണ്ടാക്കും. അപ്പോൾ ചെന്നിട്ട് മെല്ലെ മെല്ലെ താങ്ങി കൊണ്ടുവരും. ഇതായിരുന്നു പതിവ്. ഒരു മുഹറം 10 അന്ന് രാവിലെ കൊണ്ടുപോയി ഇരുത്തി. ആ സ്ത്രീ ഇരുട്ടിൽ മാറി നിന്നു. കുറേ നേരം മാറി നിന്നു, വിളിച്ചില്ല. നേരം വെളുത്തു വന്നു, വിളിക്കുന്നത് കേൾക്കാനില്ല. എന്നാൽ കാഷ്ടിക്കാൻ ഇരിക്കുന്നിടത്തേക്ക് അങ്ങോട്ട് തിരിച്ചു ചെല്ലാൻ ഈ പെണ്ണിന് പേടി. അയ്യൂബ് ദേഷ്യക്കാരനായിരുന്നു. മനസ്സിലായോ പറഞ്ഞത്? വലിയ ദേഷ്യക്കാരനാണ്. ആര്? അയ്യൂബ്. കാഷ്ടിക്കുന്നിടത്തേക്ക് ചെന്നാൽ ദേഷ്യപ്പെടുമെന്ന് പേടി. ഈ പെണ്ണിങ്ങനെ മുഹറം 10 അന്ന് രാവിലെ ഇരുട്ട് കഴിഞ്ഞു, വെളുപ്പിങ്ങനെ വരുന്നു, ഭർത്താവ് വിളിച്ചിട്ടില്ലല്ലോ, ഇങ്ങനെ നിന്നു. അപ്പോൾ ധൃതിയിൽ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരുന്നത് കണ്ടു. ഈ സ്ത്രീ ഈ ചെറുപ്പക്കാരന്റെ താല്പര്യമാറ്റം അടുത്തെത്തിയപ്പോൾ ഈ പെണ്ണിങ്ങനെ തിരിഞ്ഞു നിന്നു. അയാൾക്ക് മുഖം കൊടുത്തില്ല. ഇങ്ങനെ മുഖം കൊടുക്കാതെ ഇങ്ങനെ മനുഷ്യ, നിങ്ങളിന്റെ ഭർത്താവിനെ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ആള് പറഞ്ഞു, അജബൻ അജബ, വിചിത്രം, നിന്റെ ഭർത്താവിനെ ഞാൻ കണ്ടോ എന്ന് നീ ചോദിക്കണമെങ്കിൽ നിന്റെ ഭർത്താവിനെ ഞാൻ എന്ത് പരിചയം? ഞാൻ ഈ യാത്രയിൽ പലരെയും കണ്ടിട്ടുണ്ടാവും. നിന്റെ ഭർത്താവിനെ കണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഭർത്താവിനെ എനിക്കെന്ത് പരിചയം? വല്ല അടയാളമുണ്ടെങ്കിൽ പറ എന്ന് പറഞ്ഞു. ശബ്ദം കേട്ടപ്പോൾ ഈ സ്ത്രീക്ക് ഒരു പരിചയമുള്ള ശബ്ദമായി തോന്നി. അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ തിരിഞ്ഞു, അയാളെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഷബീഹും ബിക ഇദാ കാന സ്വഹിഹൻ, അയാൾക്ക് രോഗം മാറിയാൽ നിന്നെ പോലെ ഉണ്ടാവും. ഫഖാല, അപ്പോൾ പറഞ്ഞു, അന, ഞാൻ തന്നെ. ഖദ് ശഫാനി റബ്ബി, ഇന്ന് മുഹറം 10 അള്ളാഹു എനിക്ക് രോഗം മാറ്റി തന്നു എന്ന് സയ്യിദ്നാ അയ്യൂബ്. അതാണ് സംഭവം. ഭയങ്കര സംഭവം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലായില്ലേ? അന്ന് മുഹറം 10 അയ്യൂബിന്റെ രോഗം മാറിയത് മുഹറം 10-നാണ്. അലൈഹിസ്സലാം. ഉറക്കപ്പറ, അലൈഹിസ്സലാം, 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 സയ്യിദ്നാ അയ്യൂബ് അലൈഹിസ്സലാം.
ലോകത്ത് അത്ഭുതങ്ങൾ നടന്ന ദിവസമാണത്. اذهبوا بقميصي هذا فالقوه على وجه أبي يأتي بصيرا. മിസ്റിൽ നിന്ന് കുപ്പായം കൊടുത്തയച്ചു സയ്യിദുന യൂസുഫ്. ഈ കുപ്പായം മുഖത്തിട്ടാൽ മതി, ബാപ്പാക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോഴത്തിന് ബാപ്പാക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ട് 40 വർഷങ്ങൾ കഴിഞ്ഞു. ആ കുപ്പായം എന്ന് കൊണ്ട് മുഖത്തിട്ടു, കാഴ്ചശക്തി അങ്ങോട്ട് കിട്ടി സയ്യിദുന യാക്കൂബിന്. അതേ ദിവസമാണ് قالوا حرقوا وانصروا آلهتكم إن كنتم فاعلين قلنا يا نار كوني بردا وسلاما على إبراهيم. ഇതേ ദിവസമാണ് സയ്യിദുന ഇബ്രാഹിം അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്ന് മുഹറം 10. അത്ഭുതങ്ങളിൽ കുറച്ചൊന്നുമല്ല. അതേ ദിവസമാണ് യൂസുഫ് അലൈഹിസ്സലാം ജയിലിൽ നിന്ന് മോചിതനായത്. 12 വർഷം ജയിലിലായിരുന്നു സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാം. അതേ ദിവസമാണ് വമാ ഖതലൂഹു വമാ സ്വലബൂ അവർ ഈസയെ പിടിച്ചിട്ടുമില്ല, ഈസയെ കൊന്നിട്ടുമില്ല, ഈസയെ കുരിശിൽ തറച്ചിട്ടുമില്ല. ബൽ റഫഅഹു അല്ലാഹു പ്രത്യേകമായ ലോകത്തെ ഉയർത്തി. ആരെ? ഈസയെ. എപ്പോൾ ഉയർത്തി? മുഹറം 10. അതും വന്നാണ്. കുറച്ചൊന്നുമല്ല, അത്ഭുതങ്ങൾ ഇത്രയൊന്നുമല്ല. ഞാൻ ഓർമ്മയെന്നെടുത്ത് പറഞ്ഞതാണ്, ഇത്രയൊന്നുമല്ല. ലോകത്ത് അത്ഭുതങ്ങൾ നടന്നതിന് കയ്യും കണക്കൂല്ല. കഴിഞ്ഞു പോയ ജനതകൾക്കെല്ലാം മുഹറം 10 നോമ്പ് നോൽക്കൽ നിർബന്ധമായിരുന്നു. നിർബന്ധം. ചിന്തിക്ക്, എല്ലാ ആളുകളും ആ ദിവസം നോമ്പ് നോൽക്കും. മുഹറം 1 മുതൽ 10 വരെ പ്രത്യേകമായ ആരാധനയിലായിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. മുഹറം 10 അതേ ദിവസമാണ് അന്ത്യനാൾ സംഭവിക്കുക. ഒരു മുഹറം 10 ഖിയാമത്ത് നാൾ ഉണ്ടാവും. ഒരു മുഹറം 10 ഖിയാമത്ത് നാളായിരിക്കും. അന്ന് വെള്ളിയാഴ്ചയോ ഇക്കൊല്ലേതായാലും ഉണ്ടാവില്ല, ചൊവ്വാഴ്ചയാണ്. പേടിക്കണ്ട. ഒരു മുഹറം 10 വെള്ളിയാഴ്ചയാവും. മുഹറം 10 ആയിരിക്കും. അന്ന് ഖിയാമത്ത് നാൾ സംഭവിക്കും. അങ്ങനെ ഉണ്ടായാൽ ഖിയാമത്ത് നാൾ ഉണ്ടാവുന്നല്ല. ഒരു ഖിയാമത്ത് നാളിന്റെ കൊല്ലം അങ്ങനെയാണ്. ഖിയാമത്ത് നാളിന്റെ വർഷം അന്ന് ഖിയാമത്ത് നാളായിരിക്കും. അന്ന് വെള്ളിയാഴ്ച ആയിരിക്കും. അന്ന് മുഹറം 10 ആയിരിക്കും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ് ഈ ദിവസം. ലോകത്ത് ഒരുപാട് നന്മകൾ നടന്നിട്ടുള്ള ദിവസമാണിത്. കുറച്ചൊന്നുമല്ല, എണ്ണിയാലൊടുങ്ങാത്ത അത്ഭുതങ്ങൾ. റിസ്ഖിനെ അള്ളാഹു പടച്ചു, സസ്യങ്ങളെ അള്ളാഹു മുളപ്പിച്ചു, ഭൂമിയിലേക്ക് മഴ പെയ്തു, അർശിനെ പടച്ചു, കുർസിനെ പടച്ചു. ചിന്തിക്കുക, അള്ളാഹു മിഖ്ദാറുകളെ കണക്കാക്കി ഒരുപാട് അത്ഭുതങ്ങൾ. ആകാശത്തിന്റെ പണി ആരംഭിച്ചു, ഭൂമിയുടെ പണി ആരംഭിച്ചു. ഇതെല്ലാം മുഹറം 10 മുഹറം 10 എന്നാൽ വല്ലാത്തൊരു സംഗതിയാണ്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദമിനെ സൃഷ്ടിച്ചു. ആദമിനെ തൗബ സ്വീകരിച്ചു അലൈഹിസ്സലാം. ഇത്രയൊന്നുമല്ല, എണ്ണിയാലൊടുങ്ങാത്ത നന്മകൾ ലോകത്ത് ഈ ദിവസം ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാകാനുമുണ്ട്. അതുകൊണ്ട് ഈ ദിവസത്തെ ബഹുമാനിക്കണം. മുഹറം 10 ഒരാൾ തന്റെ കുടുംബത്തിന് ഭക്ഷണത്തിൽ വിശാലത ചെയ്താൽ ആ വർഷം മുഴുവനും അവന്റെ ഭക്ഷണത്തിൽ അല്ലാഹു വിശാലത ചെയ്യും എന്ന് പുണ്യ റസൂൽ. അതായത് മുഹറം 10 കുടുംബത്തെ സന്തോഷിപ്പിക്കുക, വിശാലത ചെയ്യുക. കുട്ടികളോട് ചോദിക്കുക, ഇന്ന് എന്ത് ഭക്ഷണം വേണ്ടത്, അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അവർ പറഞ്ഞ നല്ല കാര്യങ്ങളെ ചെയ്യുക, അവരെ മനസ്സിനെ സന്തോഷിപ്പിക്കുക. ഭാര്യ, മക്കൾ, ബാപ്പ, ഉമ്മ, കുടുംബം, ബന്ധപ്പെട്ടവർ, നിഅമത്തുള്ള ആളുകൾ നിഅമത്ത് ഉപയോഗപ്പെടുത്തുക.